വിദ്യാർത്ഥികളാണ്. അവരെല്ലാം ഒരു വിളക്കാണ്. ആ വിളക്ക് പക്ഷെ നിങ്ങൾ ഒരു തിരിയെ കത്തിക്കാറില്ല. ബാക്കി 6 തിരിയും ഏതാണെന്ന് പറഞ്ഞു തരാനാ ഞാനിവിടെ വന്നത്. ഓരോ തിരിക്കും ഓരോ അർത്ഥമുണ്ട്. ഒരു തിരി മാത്രം കത്തിക്കുക ആത്മാവിന് മാത്രമാണ്. ആത്മാവിനാണ് ഒരു തിരി കത്തിക്കുന്നത്. 2 തിരി കത്തിക്കുന്നത് കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 തിരി കത്തിക്കുന്നത് സൂര്യചന്ദ്രന്മാരെ ആരാധിക്കാനാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുന്നു. അപ്പോ രാവും പകലും വെളിച്ചമുണ്ടാവാൻ. 5 തിരിയിട്ട് കത്തിക്കുന്നത് 5 പ്രപഞ്ചത്തിന്റെ 5 പഞ്ചഭൂതങ്ങളോട്. പ്രപഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം പ്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, പ്രഥമം, പ്രധാനം എന്നൊക്കെയാണ് അർത്ഥം. പഞ്ചം എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ 5 എണ്ണം കൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. അതാണ് പ്രപഞ്ചം. ആ 5 ഭൂതങ്ങളോട് ഉള്ള ഐക്യദാർഢ്യമാണ് 5 തിരിയിട്ട വിളക്ക്. 7 തിരിയിട്ട വിളക്ക് 7 ലോകങ്ങളോടാണ്. ഈ ഭൂമിയിൽ 7 ലോകങ്ങളാണല്ലോ ഉള്ളത്. 7 ലോകത്തുമുള്ള മനുഷ്യരും ജീവജാലങ്ങളും അവിടുത്തെ അറിവും തത്വശാസ്ത്രവും എല്ലാറ്റിനോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കാനാണ് 7 തിരിയിട്ട വിളക്ക്. അപ്പോൾ ഈ 7 ലോകങ്ങൾ ബാഹ്യമായിട്ട് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ആന്തരികമായിട്ട് 7 ലോകങ്ങൾ. ആ 7 ലോകങ്ങളിൽ ഒരു തിരി മാത്രം കൊളുത്തുന്നത് വിദ്യാലയത്തിൽ നിന്ന് ചെയ്യുന്ന ജോലിയാണ്. വിദ്യാലയത്തിൽ നിന്ന് ഒരു തിരി മാത്രമേ കൊളുത്തുന്നുള്ളൂ. ബാക്കി 7 തിരികളും കൊളുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് നിങ്ങൾ ജീവിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ വീട്. വീട് മാത്രമല്ല, നിങ്ങളുടെ വീടും വീടിന്റെ പരിസരവും വീടിന്റെ ചുറ്റുവട്ടമുള്ള നാട്ടുകാരും ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഇടവഴിയും നടവരമ്പും റോഡും അവിടുത്തെ പാലവും അവിടുത്തെ വാഹനവും അതിലെ ഡ്രൈവറും എല്ലാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ രൂപപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഒരുപാട് കവിത പഠിക്കുന്ന ആളാണ്, കവിത ചൊല്ലുന്ന ആളാണ്. ആ കവിത ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചത് കണ്ണവർ UP സ്കൂളിലെ പണ്ഡിറ്റ് ദാമോദരൻ മാഷ് ആണെന്ന് പറയാം. പക്ഷേ ആ കവിതയിലേക്ക് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് എന്റെ നാട്ടിലൂടെ ഓടുന്ന ബസ്സിലെ ക്ലീനർ ഉണ്ടനാരായണനാണ്. നീളം കുറഞ്ഞുകൊണ്ട് ഉണ്ടനാരായണൻ നിങ്ങൾ വിളിക്കും. കേക എന്ന് പറയുന്ന ഒരു വൃത്തമുണ്ട്. കേക 3 2 2 3 2 2 എഴുത്തുകൾ 14 ഗണംപാദം 2 ഒന്നുപോൽ ഒരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുക്കി യതിപാദാതി പൊരുത്തം ഇത് കേകയാ. ഇതെന്തിനാ കണ്ടുപിടിച്ചത്? ഞങ്ങളൊക്കെ ശപിച്ചിരുന്നു ഈ കേകേനെ കണ്ടുപിടിച്ചാൽ. ഇത്ര വിഷമുള്ള ബൈഹാർട്ട് പഠിക്കാൻ. അങ്ങനെ ബൈഹാർട്ട് പഠിക്കാത്തതിന്റെ പേരിൽ ഞങ്ങളോട് ദാമോദരൻ മാഷ് കേകയുടെ ലക്ഷണം 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണമെന്ന് പറഞ്ഞു. 50 പ്രാവശ്യം എഴുതുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കട്ടെ, എന്തൊരു ശിക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഒളിച്ചു നിൽക്കുമ്പോഴാണ് ഉണ്ടനാരായണൻ ഞങ്ങളെ കണ്ണവം പുഴക്കരയിൽ വെച്ച് കാണുന്നത്. എന്നിട്ട് ഉണ്ടനാരായണൻ നമുക്ക് പറഞ്ഞു തന്നു, കേകേന്റെ ലക്ഷണത്തിനേക്കാൾ സൂത്രം എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു തന്നു. എന്താ? ചക്കേന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു. ആ ചക്കേന്റെ ലക്ഷണം ഓർമ്മിച്ച കേകേന്റെ ലക്ഷണം വേഗം കിട്ടും. എന്താ അത്? അങ്ങനെയാണ് ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും എന്നതിന് പകരം ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ചുളയിലും നടുക്ക് കൂഞ്ഞു വളഞ്ഞിരി ചേർന്ന് വന്നാൽ ചക്കയാം എന്ന് പഠിപ്പിച്ചു തന്നു. അത് പഠിച്ചപ്പോ കേകേന്റെ ലക്ഷണം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റി. ആ ഉണ്ടനാരായണനാണ് എന്നെ കവിതയുടെ ലോകത്തിലേക്ക് പണ്ഡിറ്റ് ദാമോദരൻ മാഷയുടെ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ചുറ്റുവട്ടമുള്ള ഓരോ ഉൾക്കൊഴുത്തുണ്ടിൽ നിന്നും നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കണമെങ്കിൽ ഒന്നേ വേണ്ടൂ, എല്ലായിടത്തേക്കും തുറന്നു വെച്ച അവരുടെ ഹൃദയമുണ്ടാവുക, മനസ്സുണ്ടാവുക. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് നിങ്ങളെ ഒരുപാട് വാതിലുകൾ കൊട്ടിയടയ്ക്കുകയല്ല, ഒരുപാട് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എപ്പോഴും വാതിലുകൾ കൊട്ടിയടക്കുന്നവരല്ലേ. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതൽ കുട്ടികളെ
തട്ടുമല്ലോ, തട്ടിയാൽ മാത്രമല്ല ഇതിലെ കുഴിയിലേക്ക് പോകും. ആ തട്ടുന്ന ജോലിയാണ് ആര് ചെയ്തുകൊണ്ടിരുന്ന രക്ഷിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആട്ടുകല്ലിന്റെ കുഴിയിലേക്ക് കുട്ടിയെ ഇട്ടാട്ടലല്ല, ആ ആട്ടുകല്ലിൽ നിന്ന് പുറത്തേക്ക് ഈ പ്രപഞ്ചത്തോളം വളരാൻ അവന്റെ മനസ്സിനെയും ഹൃദയത്തെയും തുറന്നു വിടുക. അതാണ് രക്ഷകർതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു വിടുക. അവന്റെ ഉള്ളിലുള്ള പ്രതിഭകൾ പുറത്തേക്ക് ഒഴുകുമ്പോ ആ പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ഇടയിലൂടെ ട്രെയിനിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിന്റെ ഇടയിലൂടെ ആരെങ്കിലും കയറാൻ ശ്രമിച്ചാൽ പ്രശ്നമാവും അല്ലേ? ആളിറങ്ങിയിട്ടേ കയറാൻ വിടും. എപ്പോഴും പുറത്തേക്ക് ഒഴുകുമ്പോ അതിന്റെ അകത്തേക്ക് ദുഷ്ടതയും ഇരുട്ടും പ്രവേശിക്കില്ല. അതുകൊണ്ട് രക്ഷകർതൃത്വം എന്ന് പറയുന്നത് കുട്ടികളെ തടഞ്ഞു വെക്കലല്ല, തുറന്നു വിടലാണ് എന്ന ധാരണ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. കുട്ടികളുടെ ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു വിടലാണ്, സ്വതന്ത്രമായി വിടലാണ്. ആ സ്വതന്ത്രമായി വിടാൻ എന്തൊക്കെ നമ്മൾ അബദ്ധം ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന ചില ചിന്തകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുത്താം. അല്ലാതെ പലരും ഇവിടെ വന്നത് നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, അതിന് ഗുളികയാണോ വേണ്ടത്, മരുന്നാണോ വേണ്ടത് എന്ന് നോക്കിയിട്ടാണ്. ഇത് വ്യോഷാദി പടകമാണ്. ഈ ഒരു മരുന്ന് തരുമെന്ന് വിചാരിച്ചിട്ടാ പലരും ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തോ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നല്ല, ഇതെന്റെ തൊണ്ടക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാനിവിടെ ഒരു ഗുളികയും കഷായവും മരുന്നും ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല. കാരണം രോഗിയെ അറിഞ്ഞിട്ട് മാത്രമേ മരുന്ന് നിശ്ചയിക്കാൻ പറ്റൂ. നിങ്ങളുടെ കുട്ടി രോഗിയാണോ രോഗിയല്ലയോ, എന്ത് രോഗമാണെന്ന് അറിയുന്നത് എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. ഊണിലും ഉറങ്ങിലും നിങ്ങൾക്കാണ് കുട്ടിയുടെ സാമീപ്യം അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താ വേണ്ടെന്ന് തീരുമാനിക്കുന്ന വൈദ്യനായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് എന്താണ്? ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നുവെങ്കിൽ ഈ ഭൂമി പോലെ ഇത്രയും വിരസമായ ഒരു ലോകം വേറെ ഉണ്ടാവില്ല. നമ്മളെ രൂപം വ്യത്യസ്തമാണ്, ഭാവം വ്യത്യസ്തമാണ്, ശബ്ദം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ആണുങ്ങളെല്ലാം കിങ് ഓഫ് കോത്തയിലെ ദുൽഖർ സൽമാനെ പോലെ ഒരേ മൂക്ക്, ഒരേ കണ്ണ്, ഒരേ ചുണ്ട്, ഒരേ മുടി. സ്ത്രീകളെല്ലാം ഐശ്വര്യ റോയിയെ പോലെ എല്ലാം ഒരേ കോലത്തിലാണെങ്കിൽ എന്തെങ്കിലും രസം ഉണ്ടാവോ ഈ ലോകത്തിന്? ഉണ്ടാവോ? ആരെങ്കിലും സെൽഫി എടുക്കുവോ? കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ ഇതിനെ സെൽഫി എടുക്കുന്നത്? വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് ആ സൗന്ദര്യബോധം ഉണ്ടായേ. വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഞ്ജു വാര്യർ പോരാ കാവ്യമാധവം പോകണമെന്ന് ആ തോന്നിയാസിക്ക് തോന്നിയേ. ഇല്ല, തോന്നുവോ? ഒരേപോലെയാ തോന്നുവോ? ഇല്ല. വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിന്റെ അത്ഭുതം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ ഒരാളെ പോലെയും ആകരുത്. യേശുദാസിനെ പോലെ പാട്ട് പാടണമെന്ന് പറയുന്നത് നിങ്ങൾ ആ കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. യേശുദാസിനെ പോലെ പാടാൻ പഠിപ്പിക്കരുത്. ജയചന്ദ്രനെ പോലെ പാടാൻ പഠിപ്പിക്കരുത്. മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ അഭിനയിക്കാൻ പഠിപ്പിക്കരുത്. നിങ്ങളുടെ കുട്ടി മജീദാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി കൃഷ്ണനാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി സബാസ്റ്റ്യനാണെങ്കിൽ ആ സബാസ്റ്റ്യനെ സബാസ്റ്റ്യനാക്കുക, കൃഷ്ണനെ കൃഷ്ണനാക്കുക, മജീദിനെ മജീദാക്കുക. അല്ലാതെ മറ്റൊരാളുമാകാൻ അനുവദിക്കരുത്. അവൻ തന്നെയാവാൻ നിങ്ങൾ കരുത്തു കൊടുക്കുക. കാരണം അവന് സ്വന്തമായിട്ടൊരു ബുദ്ധിയും ഹൃദയവും അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ജനിക്കുമ്പോൾ കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയും വെറും കൈയോടെ ജനിക്കുന്നില്ല. നിവർത്തിപ്പിടിച്ച കൈയുമായിട്ട് ഏതും കുട്ടി ജനിച്ചിട്ടുണ്ടോ? എല്ലാ കുട്ടിയും ജനിക്കുന്നത് ചുരുട്ടിപ്പിടിച്ച കൈകളുമായിട്ടാണ്. ആ ചുരുട്ടിപ്പിടിച്ച കൈകളുമായി ജനിക്കുന്ന കുട്ടി ജനിച്ച ഉടനെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്താ? കരയുന്നതാണ്. നമ്മൾ പറയും കുട്ടി കരയുന്ന. കുട്ടി കരയുന്ന ഞങ്ങളുടെ നാട്ടിലാ പറയും കുഞ്ഞൻ കരയുന്ന. കുഞ്ഞെന്നാ പറയും. കുഞ്ഞൻ കരയുന്ന. സാധാരണ കരയ സങ്കടം വന്നിട്ടോ ദേഷ്യം വന്നിട്ടോ പേടിച്ചിട്ടോ അല്ലേ കരയ? ഒരു കുട്ടി ജനിച്ച ഉടനെ എന്തിനാ കരയുന്നത്? മുല്ലപ്പെരിയാർ ഡാമ പൊട്ടുന്ന് പേടിച്ചിട്ടാണോ? അല്ലല്ലോ. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഉക്രൈനെ റഷ്യ ആക്രമിച്ചതിൽ പേടിച്ചിട്ടല്ല. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ആലോചിച്ചിട്ടല്ല. ആ കരച്ചില് സങ്കടം കൊണ്ടോ ഭയം കൊണ്ടോ അല്ല. അവൻ വിളിക്കുക, അച്ഛാ, അമ്മേ, ഉപ്പ, ഉമ്മ, അമ്മച്ചി, ഇച്ചായ, പഞ്ചായത്ത് മെമ്പറെ, പ്രസിഡന്റ്,
കുടിച്ച ഉടനെ കുട്ടിയുടെ ചുണ്ടിൽ തേനും വയമ്പും നാവി തൂകും, അല്ലേ? തേന് പുരട്ടി കൊടുക്കും. അപ്പൊ കുട്ടി ജനിച്ച ഉടനെ തോന്നുക ഇത് ലോകം സുന്ദരമാണല്ലോ, കൊള്ളാലോ, മധുരമുണ്ടല്ലോ. അപ്പൊ അവന്റെ മനസ്സിൽ ഐ ആം ഓക്കേ, യു ആർ ഓക്കേ എന്ന മട്ടിലുള്ള മനോഭാവമായിട്ടല്ല കുട്ടിയും ജനിക്കുന്നത്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഈ ലോകത്തെ നോക്കാൻ വന്നതാ. അതുപോലെ ഈ ലോകവും മധുരമുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. വയമ്പെന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ഉണർത്താനുള്ള ഔഷധമാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വയമ്പ്. മധുരമായിരിക്കുന്ന ഔഷധം തേന്. എന്നാ ഇപ്പൊ ആരും കൊടുക്കലുണ്ടോ? ഇപ്പൊ ജനിച്ച ഉടനെ ആദ്യത്തെ വാക്സിനേഷൻ സൂചി കൊണ്ട് ഒരു കുത്തങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ കുട്ടിക്ക് തോന്നും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ ലോകം മുഴുവൻ എന്നെ കുത്താൻ വന്നതാ. അങ്ങനെയാണ് ഈ കുട്ടി ഈ ലോകത്തോട് വിദ്വേഷാത്മകമായി വളരാൻ ആരംഭിക്കുന്നത്. മുഴുവൻ ആളും കള്ളന്മാരാ, എല്ലാവരും എന്റെ ശത്രുക്കളാ. നമ്മുടെ പുതിയ തലമുറ കണ്ടിട്ടില്ലേ? ആരെ കണ്ടാൽ എന്താടാ, ആരടാ, എങ്ങനെടാ പിടിപ്പിക്ക. കാരണം അവനല്ല ഉത്തരവാദി. വന്ന ഉടനെ അവനൊരു കുത്തുവെച്ചു കൊടുത്തില്ലേ നിങ്ങൾ? അപ്പൊ ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരാണെന്ന് അവന്റെ മനസ്സിൽ. അവൻ കൊണ്ടുവന്നത് ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്ന ഒരു സമൂഹവും ഒരു കുടുംബവും ഒരു അധ്യാപക ലോകവും ഉണ്ടാകണം. അത് ഏറ്റുവാങ്ങാനായി ഇപ്പൊ ഇവിടെ മാനേജർ പറഞ്ഞില്ലേ, ശാസ്ത്രമേള ഇവിടെ നടക്കുക. അവന്റെ ചിന്തകൾ, അവന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അർത്ഥമില്ലെങ്കിലും അവൻ അർത്ഥമുണ്ട്. അവൻ പല വിചിത്രമായ ചോദ്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, അഭിപ്രായങ്ങൾ പറയും. ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ റംസാൻ പിറ ആകാശത്ത് കാത്തു നിൽക്കുകയാണ് ഉമ്മ. എപ്പോഴാ പെരുന്നാൾ തുടങ്ങുക, എപ്പോഴാ റംസാൻ തുടങ്ങുക നോക്കിയിരിക്കുമ്പോ ആകാശത്ത് ചന്ദ്രക്കല പൊങ്ങുമ്പോ മുറ്റത്തെ വാഴയില കാറ്റത്തിങ്ങനെ ആടുന്നു. സാധാരണ ആട്ടല്ല, മറ്റിലകളെല്ലാം ഇങ്ങനെ ഇളകുമ്പോ വാഴയില ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ആടുന്ന കാണുമ്പോ മോൻ ചോദിച്ചു, എന്താ ഉമ്മ അങ്ങനെ ആടുന്നേ, അതെങ്ങനെ ആടുന്നേ? അപ്പൊ നിങ്ങളോടാ ചോദിച്ചെങ്കിൽ എന്താ മറുപടി പറയാ? പല രക്ഷിതാക്കളും എന്താ പറയാ, ആടുന്ന ആടിക്കോട്ടെ, എനിക്കെന്നാ ആടുന്ന ആടിക്കോട്ടെ, എന്താ ആടുന്നു, എനിക്ക് പറ പഠിക്കാനൊന്നുമില്ല. എന്നാൽ ഉമ്മ പറഞ്ഞു കൊടുക്കുക, ആകാശത്ത് വാഴൻ പൂളി പോലെ പൊങ്ങുന്നു കുലവാഴ കൈകേളി ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് ഒരു ഉമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തക്ബീർ ധ്വനി, അല്ലാഹു എന്ന് പറയുന്നത് ലാ ഇലാഹ എന്ന മന്ത്രം പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ താളമാണെന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടുകയും അല്ലാഹുവിന്റെ നാമം ഉപയോഗിച്ചിട്ട് ഒരാളെയും അവൻ ശത്രുതയോടുകൂടി കാണാതിരിക്കുകയും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് ഈ ദൈവത്തിന്റെ നാമമെന്ന് അവൻ ഉൾക്കൊള്ളുകയും ചെയ്യും. പാടിക്കൊടുക്കാറുണ്ടോ നിങ്ങൾ? ആ പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഒരു ഭീകരവാദ സംഘത്തിൽ ഉൾപ്പെടില്ലെന്ന് ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം, ഉറപ്പ് തരാം. ഭാരതത്തിൽ ഏറ്റവും സർഗാത്മക ദൈവമാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃഷ്ണനാണെന്ന്. എന്താ കൃഷ്ണന്റെ പ്രത്യേകത? ബാക്കി ദൈവങ്ങളെല്ലാം കൊണ്ടുകൊടുക്കുന്നു, വാങ്ങി തിന്നിട്ട് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കുമ്പോ കൃഷ്ണൻ മരണം വരെ പശുവിനെ മേയിച്ച് ജീവിച്ചാളാ. ഒന്ന്. രണ്ട്, സർഗാത്മകതയുടെ ഉത്ഭവം കൃഷ്ണൻ എന്ന അവതാരത്തിലൂടെയാണ്. അതുവരെ ജപവും ധ്യാനവും ഒക്കെ ഉണ്ടെങ്കിലും സംഗീതം, നൃത്തം, കാട്ടിലെ പാഴുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനാണ്. നവരസങ്ങളിൽ രസരാജനായ ശൃംഗാരത്തിന്റെ 16,000 ഭാവങ്ങളും ബാക്കി 8 രസങ്ങളും ചേർത്ത് രസങ്ങൾ കൊണ്ട് ലീലയാടിയ രാസലീലയാടിയവനാണ് കൃഷ്ണൻ. അതാ രാസലീല. രാസപ്രവർത്തനം പോലത്തെ ഒരു പ്രവർത്തനമല്ല, അത് രസങ്ങളുടെ ലീലയാണ്. പുഴയെ മലിനമാക്കരുതെന്ന് പറഞ്ഞിട്ട് പുഴയിൽ വിഷം കലർത്തുന്ന കാലിനെതിരെ സമരം ചെയ്തു. മാവൂർ ഗോഡി റയൻസിനെതിരെ സമരം നടന്നില്ലേ? ചാലിയാറിൽ വിഷം കലർത്തുന്ന അതേ പണിയാണ് കൃഷ്ണൻ എന്ന് ചെയ്തത്. കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാലിനെതിരായിട്ട് സമരം ചെയ്തു.
ആ കൃഷ്ണനെ ഗുരുവായൂർ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമ്പോ കുപ്പിവെള്ളം വാങ്ങി കുടിച്ചിട്ട് അത് തോട്ടിൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, കൃഷ്ണനെ അപമാനിച്ചില്ലേ എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടേ. ആ കൃഷ്ണൻ എങ്ങനെയാണ് സർഗാത്മകതയുള്ള ദൈവമായത്? ജനിക്കുമ്പോ തന്നെ അവതരിച്ചിട്ടല്ല, ജനിക്കുമ്പോ തന്നെ ഇവന് നെഗറ്റീവാ, കുത്തല്ലേ, നമ്മൾ ഇഞ്ചക്ഷൻ അല്ലേ വെച്ചിട്ടു. കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പേ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു, അറിയോ? ജനിക്കുന്നതിന് മുമ്പേ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട രണ്ടാളേ ഉള്ളൂ, ഒന്ന് ശ്രീകൃഷ്ണനും ഒന്ന് യേശു ക്രിസ്തുവാ. ജനിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു. ആ കൃഷ്ണൻ ജനിച്ച ഉടനെ എന്തെല്ലാം ജനിച്ച ഉടനെ അടന്ന് നാട് വിടേണ്ടി വന്നു. പിന്നീട് വിഷം പുരട്ടിയ മുല കൊടുത്തിട്ട് പൂതന വന്നു, വണ്ടി കയറ്റി കൊല്ലാൻ വന്നു, തൃണാവർത്തൻ കാറ്റായിട്ട് വന്നു. ചെറുപ്പം മുതലേ നെഗറ്റീവാ അനുഭവിച്ചത്. എന്നിട്ടും ഇവൻ പോസിറ്റീവായത് എങ്ങനെയാ? ഗീത ഉപദേശിക്കാൻ പറ്റിയത് എങ്ങനെയാ? ഒരമ്മ വിചാരിച്ചാൽ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാമെന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണന്റെ കഥ. നിങ്ങൾ കൃഷ്ണനെ പഠിച്ചാ പോരാ, യശോദയെ പഠിക്കും. കൃഷ്ണൻ ഓടക്കുഴലെടുത്തിട്ട് യമുനാ നദിയുടെ തീരത്ത് നിന്ന് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ നീളം കലർന്നങ്ങോ പാടുന്നേരം. പെട്ടെന്ന് ഇവ പാട്ട് നിർത്തിക്കളഞ്ഞു. എന്താടാ കണ്ണാ നിർത്തിയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അമ്മേ, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്ന കാണുന്നില്ല. അതെങ്ങോട്ടാ പോന്ന? അതെന്താ തിരിച്ചു പോവാത്ത? യശോദയോട് കണ്ണൻ ചോദിച്ചു. നിങ്ങളോടാ ചോദിച്ചെങ്കിൽ എന്ത് പറയും? തിരിച്ചു പോകുന്നില്ല. എന്ത് പൊട്ടത്തരം ചോദ്യാണ് നീ ചോദിക്കുന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇതായിരിക്കും നിങ്ങൾ പറയുന്ന മറുപടി. എന്നാ യശോദ പറഞ്ഞത്, നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട കണ്ണാ. കണ്ണന്റെ വീണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് സർഗാത്മകതയുള്ള വ്യക്തിത്വമായിട്ട് കൃഷ്ണൻ എന്ന ദൈവത്തെ മാറ്റിയെടുത്തതെന്ന സത്യം ഓരോ അമ്മയും പഠിക്കണം, ഓരോ അച്ഛനും പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളെ സർഗാത്മകമായി വളർത്താത്തതിന്റെ ദുരന്തമാണ് മൃഗങ്ങളെ പോലെ ക്രൂരന്മാരാവുന്നത്. സുഖം, പദാർത്ഥത്തിന്റെ ശരീരത്തിന് സുഖം വേണമെന്ന് പറഞ്ഞ് ലഹരിയുടെ പുറകെ പോകുന്നത്, അവർ സാമൂഹ്യ വിരുദ്ധന്മാരാകുന്നത്. ഈ ദൈവത്തിന്റെ കുട്ടികൾ, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, ഓരോ കുട്ടിയും മനുജാകൃതി പൂർണ്ണ ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ രത്നമോ. എല്ലാ കുട്ടിയും കൃഷ്ണനായി അവതരിച്ച ഭഗവാനാണ്, കർത്താവിന്റെ പുത്രനായ യേശുദേവനാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ്, ഉണ്ണിക്കണ്ണനും ഉണ്ണിയേശുവും മുത്തുനബിയുമാണ് ഓരോ കുട്ടിയും. പിന്നീട് അവൻ ഇബ്ലീസും ചെകുത്താനും കലിയുമായി മാറുന്നത് ആരാ ഉത്തരവാദി? തടിയന്റെ അവിടെ നസീർ എന്ന ഭീകരവാദിയാവട്ടെ, മെലിഞ്ഞോന്റെ അർത്ഥ മജീദാവട്ടെ, ഗോവിന്ദ ചാമിയാവട്ടെ, എല്ലാ ഭീകരന്മാരും ജനിക്കുമ്പോൾ നല്ല കുട്ടികളായിരുന്നു. അവർ ഭീകരന്മാരാവതിന് ഉത്തരവാദി ആരാ? ഒരു മഴത്തുള്ളി ഏത് കടലിലാ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, അത് വീണിരിക്കുന്ന കുന്നിന്റെ ചെരിവാണ്. കുന്നിന്റെ ചെരിവാണ്. ഈ സഹ്യപർവ്വത നിരകളിൽ ഇതിന്റെ മൂന്നായിരത്തിൽ വീഴുന്ന രണ്ട് മഴത്തുള്ളി ഒന്നിപ്പുറത്ത് വീണാൽ അത് ഒഴുകിയിട്ട് അറബിക്കടലിൽ പോകും, അപ്പുറത്ത് വീണത് തമിഴ്നാടിലൂടെ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പോകും. ആ വീഴുന്ന അവസരത്തിൽ ഒരു ഇളം തെന്നൽ മതി. ഇപ്പുറത്തുള്ളത് അപ്പുറത്തോ അപ്പുറത്തുള്ളത് ഇപ്പുറത്തോ പോയാൽ ബംഗാൾ ഉൾക്കടൽ പോകുന്നത് അറബിക്കടലിലും, അറബിക്കടലിൽ പോകുന്നത് ബംഗാൾ ഉൾക്കടലിലും പോകും. ആ കുന്നാണ് കുടുംബം. നിങ്ങളുടെ ഒരു വാക്കും നോക്കും, നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ മനസ്സുമാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ആദ്യം തന്നെ ഉൾക്കൊള്ളുക. അതുകൊണ്ട് മാറേണ്ടത് നമ്മുടെ കുട്ടികളല്ല, മാറേണ്ടതാരാ? രക്ഷിതാക്കളാണ്. നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾ മാറാത്തതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
3 ജന്മങ്ങൾ. ഒന്ന് കുട്ടി, രണ്ടാം കുട്ടീന്റെ ഉമ്മ ജനിക്കല്ലേ, അന്ന് മുതൽ അമ്മ ഉണ്ടാവുകയാ, അന്ന് മുതൽ ഉമ്മ ഉണ്ടാവുകയാ, അന്ന് മുതൽ ഒരച്ഛൻ ജനിക്കുകയാ, ഒരച്ഛൻ ജനിക്കുകയാ. കുട്ടി വളരുന്നതിന് ആനുപാതികമായിട്ട് ഉമ്മയും അമ്മയും അച്ഛനും ഉപാപ്പയും വളർന്നോ? ദാ ചോദ്യം. നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം, പണ്ടത്തതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. അവരുടെ വിചാരം, എന്റെ വീട്ടിൽ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കലാണ് എന്റെ ജോലി, അവന്റെ ശരീരത്തെ പൊതിയാൻ വസ്ത്രം കൊടുക്കലാണ് എന്റെ ജോലി, അവന് ധരിക്കാൻ ചെരുപ്പ് വാങ്ങിക്കൊടുക്കൽ, അവന് കിടന്നുറങ്ങാൻ വീടും കട്ടിലും ഉണ്ടാക്കി കൊടുക്കൽ, അവന് സഞ്ചരിക്കാൻ വാഹനം ഉണ്ടാക്കി കൊടുക്കൽ, ഇതൊക്കെയാണ് എന്റെ ജോലി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക രക്ഷിതാക്കള്. അത് ശരീരത്തെയാ. ശരീരത്തെ പോറ്റിയിട്ട് എന്തോ കാര്യമുണ്ടോ? നിങ്ങൾ ആ സമയത്ത് ഒരു കോഴിയെയോ ആടിനെയോ പന്നിയെയോ പോറ്റ്. ക്രിസ്മസ് വരാൻ പോവാ, നല്ലോണം തിന്നോട് മോനെ, ഇറച്ചിക്കെല്ലാം ഭയങ്കര വിലയാ, നിന്റെ ചന്തീമെന്ന് കുറച്ച് ഇറച്ചി അരിഞ്ഞിട്ട് കറി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് മക്കളെ തീറ്റ കൊടുക്കുവോ? ഇല്ല. കോഴിനെ പോറ്റിയാൽ അതിനെ കശാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇറച്ചി കറി വെക്കാം, ആടിനെ കൊല്ലാം, ഇറച്ചിക്കറി വെക്കാം. മക്കളുടെ ശരീരത്തെ വളർത്തിയിട്ട് അതിനെ കൊണ്ട് മാത്രം ഒരു ഉപകാരവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല. ശരീരത്തിനകത്ത് ഇന്നലെ ജനിച്ചൊരു മനുഷ്യൻ, ഖദർ വസ്ത്രത്തിന്റെ ചുറ്റമ്പലം, ഊന്നുവഴിയാകുന്ന കൊടിമരം, കുംഭഗോപുരമാകുന്ന മൊട്ടത്തല, ആ കുംഭഗോപുരമാകുന്ന മൊട്ടത്തലയും ഊന്നുവഴിയാകുന്ന കൊടിമരവും ഖദർ വസ്ത്രമാകുന്ന ചുറ്റമ്പലത്തിന്റെയും മധ്യത്തിൽ ഒരു ദേവാലയമുണ്ട്. അതാണ് ഗാന്ധിയുടെ ഹൃദയം. അവിടെയാണ് ദൈവം ഉണ്ടായിരുന്നത്. ലോകത്ത് ദൈവം ഇരുന്നു എന്ന് പറയുന്ന ഒരു ദേവാലയം ഉറപ്പിച്ച് പറയാൻ പറ്റുക, ഇന്നലെ ജനിച്ച ആ മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം എവിടെയായിരിക്കുന്നത്? അമ്പലത്തിലും പള്ളിയിലെല്ലാം രാമായണം എഴുതിയ വാൽമീകി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കില്ലേ. രാമായണം എഴുതിയ വാൽമീകി, രാമൻ ചോദിക്കുന്നുണ്ട് വാൽമീകിയോട്, എനിക്കിരിക്കാൻ ഇടമേതെന്ന്, ദണ്ഡകാരണ്യത്തിൽ പാർക്കാൻ ഇടമേതെന്ന് മറുപടിയായിട്ട് വാൽമീകി പറഞ്ഞു കൊടുക്കുന്നത്, സന്തുഷ്ടചിത്തരായി സമദൃഷ്ടരായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായ ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം. സന്തുഷ്ടിയുള്ള മനസ്സോടെ സമദൃഷ്ടി, എല്ലാരും ഒരുപോലെ കണ്ട് ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സോടെ ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയത്തിലാണ് രാമ നീ കുടിയിരിക്കുന്നത്. അപ്പൊ രാമൻ കുടിയിരിക്കുന്ന ഒരു ദേവാലയം ഗാന്ധിയുടെ ഹൃദയമല്ലാതെ ഇന്ത്യയിൽ വേറെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ രാമൻ കുടിയിരിക്കുന്നുണ്ടാവോ? നിങ്ങളെ വേറെ ആർക്കും സന്തുഷ്ടിയുണ്ടോ? എല്ലാരും ഒരുപോലെ കാണുമോ? ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സുണ്ടോ? ശാന്തതയുണ്ടോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദേവാലയം രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ ദേവാലയത്തിൽ പുഷ്പങ്ങൾ എന്ന സൗന്ദര്യമുണ്ട്, സത്യത്തിന്റെ പ്രകാശമുണ്ട്, നന്മയുടെ ലേപനങ്ങളുണ്ട്, നന്മയുടെ ചന്ദനമുണ്ട്, ചന്ദനത്തിരികളുണ്ട്. ഇത് മൂന്നും ചേർന്നിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ ദേവാലയമാക്കി വളർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനെന്താ നിങ്ങൾ വേണ്ടത്? നിങ്ങളുടെ വീടിന്റെ വ്യാകരണം മാറ്റണം. ഒരു കുട്ടി ദേവാലയത്തിന് തുല്യമാണ്. മരിച്ചുപോയ ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടു ഞാനൊരു ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തില്. ആ ഫോട്ടോ ആരാ, നല്ല സുന്ദരനായ കുട്ടി, ആരാണ് ഇതാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ അടിക്കുറിപ്പ് നോക്കി. ആ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: Who plucked the flower? I said the master. Then the gardener kept silent. ഇത്രയേ ഉള്ളൂ. ആരാ പൂ പറിച്ചത്? ഉദ്യാനപാലകൻ ചോദിച്ചു. ഞാനാ പറിച്ചത്, ഉദ്യാനത്തിന്റെ ഉടമ പറഞ്ഞു. Then the gardener kept silent. പിന്നെ തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടാണ്ടിരുന്നു. അയാൾക്ക് പറിക്കാലോ. ഈ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉപ്പയും ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്ത? മോനെ തന്നാള് മേലെന്ന് പറയാ, എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുത്തത്. പിന്നീട് അച്ഛനും അമ്മക്കും ചോദിക്കാൻ അധികാരം
ആശ്വസിക്കുന്നു. ദൈവം തന്നത് ദൈവം തിരിച്ചു കൊണ്ടുപോയി. നമ്മുടെ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലാതെ ആരെങ്കിലും ഇബ്ലീസിന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടിയെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കലിയുടെ അനുഗ്രഹത്താൽ ചെകുത്താന്റെ കൃപ കൊണ്ട് എനിക്കൊരു മോനെ കിട്ടിയെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. പിറന്നാളിന് കുട്ടീനെയും കൂട്ടി അമ്പലത്തിൽ പോകുന്നതിനാ? ദൈവമേ, നീ തന്ന മുതലിതാ ഒരു കൊല്ലം കൂടി ഡാമേജ് ഒന്നും ഇല്ലാണ്ട് പോറ്റീന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കുക. അതിനാ പോന്നേ. അപ്പൊ ഈ കുട്ടി ദൈവം കൊടുത്തയച്ച കുട്ടി എങ്ങനെയാ നിങ്ങളുടെ പക്കലെത്തിയപ്പോ ചെകുത്താനും കലിയും ഇബ്ലീസുമായ അതിന് ഉത്തരവാദി ദൈവമാണോ ഞാനാണോ? ആ ഉത്തരവാദിത്വം നമ്മൾ ആദ്യം ഏറ്റെടുക്കണം. ഈ നല്ല തങ്കക്കുട്ടി ആയിട്ട് വന്ന കുട്ടി പിന്നീട് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം, ചെളി പുരണ്ടാൽ നല്ല സ്വർണവും പ്രഭ നഷ്ടപ്പെടുന്നത് പോലെയായി മാറിയതിന് ഉത്തരവാദി ആ ചെളി പുരട്ടിയതാരാ? നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക. ഞങ്ങളുടെ നാട്ടിലെ ഈ മത്തൻകുമ്പളമില്ലേ, പൂവിൽ നിന്ന് പുറത്തു വരുമ്പോ അതിന് മിടി എന്നാ പറയാ. മിടി എന്താ പറയാ? ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ ആദ്യം ഒരു കായ വരുമല്ലോ, മിടി എന്ന് പറയും. ഈ മിടി ചെടിന്ന് പറിക്കാതെ അത് ഒരു മൺകലത്തിലിട്ട് വെക്കുക. മൺകലത്തിലിട്ട് വെക്കുക. എന്നിട്ട് എന്താ പറയാ? പിഞ്ച് മൺകലത്തിലിട്ട് എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും വളവും കൊടുക്കുക. ആ പിഞ്ച് വളർന്ന് മത്തങ്ങയാവുമ്പോ മൺകലം വളരൂലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്നുകിൽ മൺകലം പൊട്ടും, അല്ലെങ്കിൽ മൺകലത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മത്തങ്ങ കെട്ടുക. രണ്ടിലൊന്നും സംഭവിക്കും. നമ്മുടെ കുട്ടികളെല്ലാം പിഞ്ചാണ്, മിടിയാണ്. കുട്ടി നിരന്തരം വളരുകയാണ്. നിരന്തരം വളരുന്നതിന് എന്തെങ്കിലും തെളിവ് വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധി വളർച്ചയുടെ തോത് അളക്കാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ? മെഷീൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി നല്ലോണം കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ? നല്ലോണം ബുദ്ധി വളരുന്നുണ്ട്. ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണമാണ് കുട്ടി കുരുത്തക്കേട്. അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവന്റെ ശരീരത്തെ അവൻ ചലിപ്പിക്കുന്നു. അവന്റെ മനസ്സ് ഗുരുവും ശരീരം ലഘുവായതുകൊണ്ട് അവന് തോന്നുന്നതെല്ലാം ചെയ്യും. മരത്തിൽ ഓടിക്കയറും. അമ്മ അരക്കുമ്പോ ഓനും വന്നിട്ട് വെള്ളത്തിൽ എന്തോ മുക്കും. അച്ഛൻ എഴുതുമ്പോ എന്തെങ്കിലും എഴുതും. അമ്മ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന പോലെ ഓനും കത്തിക്കും. അപ്പൊ നിങ്ങൾ കുട്ടിയെ അപ്പൊ അമ്മയുടെ അടുത്ത് വരുമ്പോ അച്ഛന്റെ അടുത്ത് പോകുമ്പോ അടുപ്പിക്കുന്നില്ല. അപ്പൊ അവൻ കണ്ണത്തിലെത്തി നോക്കും പോയിട്ട്. അപ്പൊ പേടിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറയും. അവൻ മരത്തിലേക്ക് ഓടിക്കയറി. അപ്പൊ ഇങ്ങോട്ട് വാന്ന് പറയും. അടുത്ത് വരുമ്പോ ദൂരെ പോകുമ്പോ അടുക്കാനും വിടൂല, അകലാനും വിടൂല. അതിനാണ് ശിശു എന്ന് പറയാ കേട്ടോ. ശിശുവിന്റെ ഫുൾ ഫോം മനസ്സിലായ? അച്ഛനും അമ്മയും അടുക്കാനും അകലാനും വിടാത്ത ഇവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാ. ആ അവസരയിൽ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ഒഴുകി വരുന്ന ഒരു കാട്ടാറിനെ തടഞ്ഞു വെച്ചാൽ ആ തടഞ്ഞു വെച്ച് അണകെട്ടിയിരിക്കുന്നവർക്ക് അത് കനാലിലൂടെ തുറന്നു വിടാനുള്ള ബാധ്യതയില്ലേ? നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുമ്പോ നീ ഇന്നത് ചെയ്തോന്ന് പറയോ? ഇല്ല. അപ്പൊ തടഞ്ഞു വെച്ചാൽ ആ പുഴ അവിടുന്ന് ഒരു തിരിയെല്ലാം ചെയ്യും. പിന്നീട് എവിടെയാ ചാൻസ് കിട്ടി അതിലെ കടന്നു മറിയും. അതിന്റെ കൂലം കുത്തി ഒഴുകും. ആ അണക്കെട്ട് പൊട്ടിക്കും. ആ പൊട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കുട്ടി വളരുന്നതിന്റെ ലക്ഷണമാണ് അവന്റെ കുരുത്തക്കേടുകൾ. മനസ്സിലായോ? അവൻ നന്നായിട്ട് കുരുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കും. നിങ്ങളുടെ വീടിന്റെ ചുമരിൽ നിങ്ങളുടെ കുട്ടികൾ കരിക്കട്ടയെടുത്ത് വരയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ വീടിന്റെ ചുമര് അപ്പെക്സ് അൾട്ടിമ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെച്ചതാ? അല്ല, നിങ്ങളുടെ കുട്ടിയേക്കാൾ വരക്കട്ടവൻ. അവൻ ബെഞ്ച് മറിച്ചിടട്ടെ. അവൻ അടുക്കള പാത്രങ്ങൾ എടുത്ത് ചെറിയത്ത് കൊണ്ടുവന്ന് കളിക്കട്ടെ. അതല്ല അവൻ അവകാശപ്പെട്ടതാ. അങ്ങനെ കഴിച്ചിട്ട് വേണം, അലങ്കോലമായിട്ട് കഴിച്ചിട്ട് വേണം കോലത്തിലേക്ക് തിരിച്ചു വരാൻ. ആദ്യം തന്നെ വളരെ ചിട്ടയിൽ വളർത്തിയാൽ അവൻ അലങ്കോലം പിന്നീടാവും. ആദ്യം തന്നെ അലങ്കോലമാക്കി പിന്നീട് കോലത്തിലേക്ക് വരണം. അലങ്കോലത്തിൽ നിന്ന് കോലത്തിലേക്ക് വരണം. ആദ്യം വീണിട്ടല്ലേ നടക്കാൻ പഠിക്കും. പല കുറി വീഴുമ്പോ
മുറിച്ചിട്ട് അവസാനം വീതുണി വെച്ചിട്ട് കരഞ്ഞിട്ട് അവസാനം മാത്രമേ കൃത്യം വരഞ്ഞേല് മുറിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ ആദ്യം തന്നെ നിങ്ങൾ വരച്ച വരയിൽ നിൽക്കണമെന്ന് വാശി പിടിക്കരുത്. അവൻ സ്വന്തമായി വരച്ചിട്ട് ആ വരകളിലൂടെ നിങ്ങളുടെ വരയിലേക്ക് എത്തിക്കണം. അല്ലാതെ ആദ്യം നിങ്ങളുടെ വരയിൽ മാത്രമേ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് തടയല്ല. അവൻ എന്തൊക്കെ ചെയ്യട്ടെ. അപ്പൊ അവൻ വളരുമ്പോൾ നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ വളരാതിരിക്കുമ്പോൾ മൺപാത്രം പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ കുടുംബത്തെ അവൻ ധിക്കരിക്കും. നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തെ പോറ്റിയാൽ മത്തങ്ങ കെട്ടുപോകും. ഈ കുട്ടി പൊട്ടനോ പൊട്ടത്തിയായി പോവും. മനസ്സിലായോ? അതുകൊണ്ട് മത്തങ്ങ വളരുമ്പോൾ മൺകലം വളരണം. മൺകലം നിങ്ങളാണ്. നിങ്ങൾ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആരും ഈഗോ ഇല്ലാതെ ഇരിക്കുമല്ലോ. നിങ്ങളിപ്പോ സ്കൂളാണ്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹമില്ലേ? ആ മോഹം സാധിച്ചതാണ് 5ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉടനെ ഉത്തരം പറയണം. ആലോചിച്ചിട്ട് അത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊന്നും പറയരുത്. ഞാനൊരു വാക്ക് പറയും, ഉടനെ തൊട്ടടുത്ത വാക്ക് പറയണം. റെഡിയാണോ? ഞാൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നിയാലും വിളിച്ചു പറയുമോ? നിങ്ങളുടെ ഈഗോ വേണ്ട. ഞാൻ പറയില്ല ഞാൻ വലിയ ആളാ എന്നൊന്നുള്ള വിചാരമില്ല. ഇവിടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഉണ്ട്. എല്ലാ കുട്ടികളാണെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നതിന്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങൾ പറയോ? റെഡിയാണോ? റെഡി. ഞാൻ പറയട്ടെ. ഒരു കാലത്തും ഗുണം പിടിക്കൂല, നന്നാവില്ല. അല്ലേ? അതാ ഗുണം പിടിക്കൂല, നന്നാവില്ല. ഇതാ വന്നത്. അത് നിങ്ങളെ കുറ്റം പറയാം. എല്ലാവരുടെ മനസ്സിലും അതാ വരിക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയോ? ഒരു കാലത്തും മറ്റേ കാലത്തൂല. ഞാനതാ ഉദ്ദേശിച്ചത്. ഒരു കാലത്തും മറ്റേ കാലത്തൂല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഗുണം പിടിക്കൂല. അപ്പൊ ഫലത്തിൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടല്ലോ. ഈ സാധനമാണ് കുട്ടികളുടെ സ്വഭാവ ദൂഷ്യമായി വളരുന്നത്. മനസ്സിലായിക്കൊള്ളുക. ഇത് നന്നാവില്ല എന്നുള്ള ഒരു മുൻവിധി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് മാറ്റണം. ഈ ലോകം നല്ലതിനാണെന്ന ചിന്തയുണ്ടാവണം. പ്രതീക്ഷകൾ അർപ്പിക്കണം. നാട്ടുകാരെ പറ്റി, രാജ്യത്തെ പറ്റി, പുറം ലോകത്തെ പറ്റി ആത്മവിശ്വാസമുള്ള ചർച്ചകളെ വീട്ടിൽ നിന്നും നടത്താവൂ. നിങ്ങൾ വളരണം. നിങ്ങൾ വളരുന്നുണ്ടോ എന്ന് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു ചോദ്യം. നമ്മുടെ വീട്ടിൽ ബിരിയാണിയാണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട ഭക്ഷണം, അല്ലേ? വിശേഷ ദിവസങ്ങളിലെല്ലാം ബിരിയാണി കഴിക്കുക. ബിരിയാണി പാർസല്, ബിരിയാണി കുടുംബം, ബിരിയാണി ഹോട്ടലിൽ പോയി കഴിക്കും. ബിരിയാണി കൊണ്ടുള്ള കളിയാണ്. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചൊരു ബിരിയാണി കാസർഗോഡുള്ള ഒരാളുണ്ടാക്കിയ ബിരിയാണിയാണ്. സന്തോഷ് എന്ന അയാളുടെ പേര്. ഏച്ചിക്കാനത്ത് അയാൾ താമസിക്കുന്നത്. സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയും. അയാൾ ഉണ്ടാക്കിയ ബിരിയാണി കണ്ടവര്, മക്കൾക്ക് കൊടുത്തവരോ ഒന്ന് കൈപൊക്കിയാട്ടെ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരോ മക്കൾക്ക് കൊടുത്തവരോ ഒന്ന് കൈപൊക്കി. യെസ്. പത്തനാപുരത്തെ ഈ ആവണീശ്വരം സ്കൂളിൽ പഠിച്ച കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ 1-ാം പ്രതിയായി കേസെടുക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടികളെയല്ല. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ. വായിച്ചൊരാൾ ഇവിടെയില്ല. ആലോചിച്ച് നോക്കൂ. വായിച്ചൊരാൾ ഇവിടെയില്ല. നിങ്ങൾ വായിക്കുന്നില്ല. മക്കൾക്ക് വായിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. ഈ കഥ വായിച്ചില്ല പിന്നെ ഏത് കഥയാണ് നിങ്ങൾ വായിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങളൊന്നും നിങ്ങൾ അറിയിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാട് നമ്മുടെ മക്കൾ അനുഭവിക്കരുതെന്ന് വിചാരിച്ചു. പക്ഷേ ദാരിദ്ര്യ ദുഃഖത്തെ അറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അന്യന്റെ വേദന അറിയണമെങ്കിൽ സ്വന്തമായി വിശപ്പിന്റെ വേദന അറിയണം. ആ
പറയൂന്ന് കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലെ CCTV ക്യാമറയൊന്ന് എടുത്തു നോക്കുക, എന്നിട്ട് അവിടുത്തെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതൊന്ന് എണ്ണി നോക്കുക, എത്ര പ്രാവശ്യം ഇല്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത്തെ രാവിലെ തുടങ്ങും ഇല്ലകൾ പൂക്കുന്ന വില്ലകളാണ്. ഇല്ലകൾ പൂക്കുന്ന വില്ല എങ്ങനെയാ? രാവിലെ തുടങ്ങുന്നെന്താ? എണീക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, സ്കൂളിൽ പോകുന്നില്ലേ, ഇല്ലേ, ഹോംവർക്ക് ചെയ്യുന്നില്ലേ, ഇല്ലേ 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 ഇല്ലേ. എന്തിനാ ഈ നെഗറ്റീവ് കുട്ടി പറയുന്നേ? അങ്ങനെ ഇല്ലേ ഇല്ലേ എന്ന് ചോദിച്ചിവൻ ഇല്ലാണ്ടായി പോവാ. നിങ്ങൾക്കൊരു കഥ വായിക്കാൻ പറ്റും. ഓണത്തിന് നെയ്പായസം വെച്ചല്ലോ എല്ലാ വീട്ടിലും. അമ്പലത്തിൽ നെയ്പായസം നേർച്ച വഴിപാട് കഴിപ്പിക്കുമല്ലോ. എന്ന മാധവിക്കുട്ടിയുടെ നെയ്പായസം വീട്ടിൽ കൊണ്ടുവന്ന അത്ര ആളുണ്ട്. ഒന്ന് കൈപൊക്ക്. മാധവിക്കുട്ടിയുടെ നെയ്പായസം 1, 2, 3